നല്ലതായിരിക്കുന്ന നിങ്ങൾ നശിക്കാൻ ഒരു നിമിഷം മതി. എങ്ങനെയെന്നല്ലേ? നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ നശിക്കാൻ ഒരു നിമിഷം മതി. ഇത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ദൈവവിശ്വാസി അല്ലായിരിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ പ്രാർത്ഥിക്കും. ഇത് പുരുഷന്മാരും കേൾക്കണം കേട്ടോ ഞാനീ പറയുന്നത്. അതായത് പല പുരുഷന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ക്ഷേത്രത്തിൽ പോകാറില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, വീട്ടിൽ നിലവിളക്ക് കത്തിക്കാറില്ല, അങ്ങനെ കത്തിച്ചാൽ ഞാൻ അവരെ വഴക്ക് പറയാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല, ജോലിയുണ്ട്, പണമുണ്ട്, ഇതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് കിട്ടിയതല്ല. പക്ഷെ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, അവർ ഒറ്റ കാര്യം ചിന്തിക്കുക, എന്തറിയാമോ? ഈ പറയുന്നവരുടെ ഭാര്യയോ അല്ലെങ്കിൽ അമ്മയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നന്നായിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കും. എൻ്റെ മകന് നല്ലത് മാത്രം വരുത്തണേ, അപകടങ്ങളൊന്നും ഉണ്ടാകരുതേ നമ്മൾ പ്രാർത്ഥിക്കും. അതായത് മകൻ വീട് വിട്ട് പുറത്തിറങ്ങി പോകുമ്പോൾ ആ അമ്മ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഈ പോയതുപോലെ തന്നെ ആരോഗ്യത്തോടു കൂടി യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചു വരണമേ ദൈവമേ എന്ന് അവർക്ക് വിശ്വാസമുള്ള ശക്തിയോടെ പറയുന്നത്. അതുപോലെ തന്നെ ഭാര്യയും, നിൻ്റെ ഭർത്താവ് ഈ പോകുന്ന പോലെ തന്നെ തിരിച്ചു വരണേ, അവൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിലായിരിക്കും അവൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് അവനെപ്പോഴും ഉണ്ടാകുന്നത്. ഒരു കാവലായി, ഒരു തുണയായി, ഒരു ശക്തിയായി. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ്റെ ബിസിനസ്, അവൻ്റെ തൊഴിൽ, അതിലെല്ലാത്തിലും ഉന്നതിയും നല്ല സാമ്പത്തികം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തികം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ കിട്ടുന്നതിൻ്റെ അതിൻ്റെ അഹങ്കാരത്തിലാണ് നിൽക്കുന്നത് പുരുഷൻ. ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുക, നിന്ദിക്കുക. ഈ ദൈവമില്ല എന്നൊക്കെ പറയുന്ന കുറേ മഹാന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എനിക്ക് തോന്നുന്നു അവർ രഹസ്യമായിട്ടൊക്കെ ക്ഷേത്രത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലാതൊന്നുമില്ല. അവരൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ ദൈവത്തെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ പബ്ലിക്കായിട്ട് പറയുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ദൈവത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വൈറലാവും. ദൈവവിശ്വാസികളായ നിങ്ങൾ എനിക്കെതിരെ തിരിയും, അല്ലേ? അപ്പോൾ എന്നിലേക്ക് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതൊരു ബിസിനസ്സാണ് അവരുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ വല്ലാണ്ടങ്ങ് അഹങ്കരിച്ച് കഴിഞ്ഞാൽ അതില്ലാണ്ടായിപ്പോകും, യാതൊരു സംശയം വേണ്ട. നിങ്ങൾ അപ്പോൾ കിട്ടുന്ന പണം, സമ്പാദിച്ച് വച്ചിരിക്കുന്ന പണം അത്രയും ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് നടക്കുന്നത്. നിങ്ങളുടെ വീടിനടുത്തൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആശുപത്രിയിലായിരിക്കും പോകുന്നത്. അവസാന ഫലം എന്ന് പറയുന്നത് കുറേ നാളിങ്ങനെ കഴിഞ്ഞ് ആശുപത്രിയിലേക്കാവുമ്പോൾ, ചികിത്സിച്ചിട്ടും ഫലിക്കാതെ വരുമ്പോൾ ദൈവത്തെ വിളിക്കും. പ്രശ്നം നോക്കുന്ന ആൾക്കാരില്ലേ, അത് ജ്യോതിഷന്മാരായിക്കോട്ടെ, അനുഗ്രഹിച്ച് പറയുന്നതായിക്കോട്ടെ. എനിക്ക് ജ്യോതിഷമില്ല, എനിക്ക് ജ്യോതിഷം അറിയത്തില്ല. ഈ അനുഗ്രഹമാണ്, അനുഗ്രഹിച്ച് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് അനുഗ്രഹത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇവരെയൊക്കെ നമ്മൾ കളിയാക്കും. എന്നെ എത്രയോ പേര് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ, എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാരിങ്ങനെ പരിഹസിക്കും, കളിയാക്കും. അത് നമ്മളങ്ങ് മൈൻഡ് ചെയ്യരുത്, അത് കളയണം. അങ്ങനെ പരിഹസിച്ച എൻ്റെ ഒരു സുഹൃത്ത് അവസാനം എൻ്റെ ഭയങ്കര വിശ്വാസിയെ മാറിയിട്ടുണ്ട്. ഇവർ രഹസ്യമായിട്ട് പോകും, പിന്നെ പ്രശ്നം നോക്കാനായിട്ട്. എനിക്ക് അമ്മമാരോടും ഭാര്യമാരോടുമാണ് പറയേണ്ടത്, നിങ്ങൾ ഇപ്രകാരം കൂടി പ്രാർത്ഥിക്കണം.
എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഈ മനസ്സിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കി കൊടുക്കണമേ, നേർവഴി കൊടുക്കണമേ, നല്ല വെളിച്ചം കൊടുക്കണമേ, അസുര ചിന്തകളിൽ നിന്നും ഒഴിവാക്കി അവനെ നല്ല ചിന്തകളിൽ വരുത്തണമേ എന്നും കൂടി പ്രാർത്ഥിക്കുക. പിന്നെ ചിലരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല, ചില തെറ്റുകൾ മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാകും, ഉറപ്പാണ്. നിങ്ങൾ വിശ്വാസപൂർവം ഒരു പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ട് ഫലമുണ്ടാകും, യാതൊരു സംശയം വേണ്ട. ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നത്, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയിക്കോളൂ, പക്ഷേ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ ആ കുടുംബക്ഷേത്രത്തെ കണ്ടുപിടിക്കുക, അറിയാമെങ്കിൽ അവിടെ പോവുക. നിത്യവും പോകണം നിർബന്ധമില്ല. 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, കഴിയുമെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോവുക. പിന്നെ നമ്മൾ രണ്ടാമത് പോകേണ്ട ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ വീടിൻ്റെ ഏറ്റവും അടുക്കൽ കാണുന്ന ക്ഷേത്രം ഏതാണോ അവിടെ പോവുക. ഏറ്റവും അടുക്കൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നത് പുറകിലിരിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്ത് കാണുന്ന ക്ഷേത്രത്തിൽ ഇപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്തായിരിക്കാം ക്ഷേത്രം ഇരിക്കുന്നത്. ആ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. അവിടുത്തെ പ്രതിഷ്ഠ ഏതോ ആയിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, മുരുകനായിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവിടെ പോവുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കിട്ടും, ഒരു സംശയം വേണ്ട. പോകുമ്പോൾ ആ ശക്തിക്ക് എന്തെങ്കിലും നമ്മൾ സന്തോഷത്തോട് സ്നേഹത്തോട് കൊണ്ട് സമർപ്പിക്കണം. സ്നേഹമാണ് വേണ്ടത്, ഭക്തിയും സ്നേഹവുമാണ് ദൈവത്തിനോട് കാണിക്കേണ്ടത്. തിരിച്ച് നിങ്ങൾക്കും അത് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പോകുമ്പോൾ അല്പം പൂക്കൾ വീട്ടിലുണ്ടെങ്കിൽ പൂക്കൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഭഗവാന് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി അതിലൊഴിക്കുന്ന എണ്ണ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കുക. മനസ്സിലായോ? ഈ 2 കാര്യങ്ങളിൽ. പിന്നെ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ, എല്ലാവരും ഓടിപ്പോവും അങ്ങോട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ്, നമുക്ക് വിളിച്ചാൽ വിളിയേക്കുന്ന ക്ഷേത്രമാണ്, എന്തും നമുക്ക് കിട്ടും, ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഒരു 100 പേര് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അതിലൊരു 10 പേരുടെ കാര്യം നടക്കും. ഈ 10 പേരുടെ കാര്യം നടക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ, ഇവർ പറയുന്നത്, ഈ 10 പേരും പറയുന്നത് 1000 നാക്കിൻ്റെ ശക്തിയാണ് 10 പേർക്ക്. 1000 പേര് പറയുന്ന പവറാണ് ഈ 10 പേർക്ക് ഉള്ളത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബാക്കി ഉള്ള എല്ലാവർക്കും അതിലുള്ള വിശ്വാസവും കൂടും, താല്പര്യവും കൂടും. ശരിയാണല്ലോ എന്ന് നമ്മൾ വീണ്ടും പോകും. പക്ഷെ അതല്ല, ഈ 10 പേർക്ക്, ഈ 100 പേരിൽ 10 പേർക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോ? ഈ 10 പേര് കൃത്യമായിട്ട് ചിലപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്നവരായിരിക്കാം, വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നവരായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അവിടെയാണ് അവർക്ക് അനുഗ്രഹം കിട്ടും. നിങ്ങളത് മനസ്സിലായിക്കോ. ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയേ, നന്നായിരിക്കും, നല്ലതായിരിക്കും. ദൈവവിശ്വാസം, പ്രാർത്ഥന, ഭക്തി, ഇതൊക്കെയും നമുക്ക് വേണം. നമ്മൾ കുറേ പണം കൊണ്ടുവന്ന ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് ഒരു കഥയില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ അന്നദാനം നടത്തുന്നില്ല. ഈ അന്നദാനം നടത്തുന്നത് കുറേ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതല്ല. അതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നേരിട്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതറിയോ? ക്ഷേത്രത്തിൽ അന്നദാനത്തിന് കൊണ്ടുവന്ന് നിങ്ങൾ കുറേ ഒരു ചാക്ക് അരിയോ കുറേ പണമോ കൊടുത്തിട്ട് ഒരു കഥയില്ല. നിങ്ങൾ ഒരു ചാക്കൊന്നും വേണ്ട, 1 കിലോ അരി വേവിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണം എത്ര പേർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? നേരിട്ട് നിങ്ങൾക്കറിയാവുന്നവർക്ക് കൊടുക്കാം, അല്ലാത്തവർക്ക് കൊടുക്കാം. അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്, അർഹതയില്ലാത്തവർക്കല്ല. ആരായി അർഹതപ്പെട്ടവർ? അതായത് രോഗികളായിരിക്കുന്നവർ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, അവർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളെ വീട്ടിനടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കുക.
അല്ലെങ്കിൽ നമ്മൾ ആ തീയിൽ പിടിച്ച് നോക്കുക. മാസത്തിൽ ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കൂ. നന്നായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം അവിടെ കിട്ടുന്നത്. ക്ഷേത്രങ്ങളിലെ ഇപ്പോൾ അന്നദാനം നടത്തുന്നത് ഒരു പാഷനാണ്. ഇപ്പോൾ എനിക്കതിനോട് യോജിപ്പില്ല. എന്നെ വിമർശിക്കുന്നവരുണ്ടാവാം, എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ സത്യം അതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. അപ്പം എല്ലാ അമ്മമാരോടും എല്ലാ ഭാര്യമാരോടും